നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാര്യം ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പം അവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇവർ കമൻറ്റ്സ് ഇട്ട കാര്യമില്ല, ഞാൻ കമൻറ്റ് നോക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ചിലപ്പം ഇങ്ങനെ നോക്കുമ്പം നമ്മൾ കാണുമ്പം ദേഷ്യം വരും, പക്ഷേ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറില്ല. റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയാൽ കൊടുത്തോണ്ടിരിക്കേണ്ടത്, അവർ തിരിച്ച് ഇങ്ങോട്ട് തരും, നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കമൻറ്റ് കൊടുക്കാത്തത്. കാരണം ഞാൻ പറയില്ല, ഈഗോയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം കമൻറ്റ് നോക്കാറില്ല. പിന്നെ നേരത്തെയൊക്കെ എനിക്ക് അപ്പോൾ കാണുമ്പോൾ ചൊറിഞ്ഞൊക്കെ വരും. പിന്നെ ഞാൻ കമന്റ് കണ്ടല്ലേ യൂസ്ഡ് ആയി, അതുകൊണ്ട് ഞാനത് വിടത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തവർ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോയി അടുത്ത വീഡിയോ വരും, അത് കാണുക. നമ്മൾ ഈ പോസിറ്റീവ് വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ചെയ്തായിരുന്നു ഇത്. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി പോയി. നമ്മളത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫൺ പോലെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ അടി അതെന്ത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു സ്കാം പോലെ ഒരു വീഡിയോ. അതിനകത്ത് ഇവക്ക് ഞാനാണെങ്കിൽ എന്താണ്, ഒരു ഫോണിന്റെ കവറിനകത്ത് പഴം വെച്ച് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ അത് അവരുടെ ഡെലിവറി ചാർജ് അടിച്ചു മാറ്റാനുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ഈ പഴം വേറൊന്നിനും വെച്ചതല്ല, അത് ഉദ്ദേശിച്ച് വെച്ചതേ അല്ല. അവരത് തുറന്നു കണ്ടിട്ട് ഇവര് പഴം നീ അതിന് കൊടുത്താന്ന് പറഞ്ഞു. ഞാനത് ഉദ്ദേശിച്ച് ചെയ്ത പോലും അല്ല. നമ്മളൊരു സ്കാം പോലെ ചെയ്തപ്പോ എന്തെങ്കിലും അകത്ത് വെക്കണം എന്നുള്ളതിൽ. അപ്പൊ അവരത് അങ്ങനെ അങ്ങ് ആക്കി, കുറെ കമന്റ് അങ്ങനെ വന്നു. ചിലപ്പോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരങ്ങനെ ആയത്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ.